യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. ശാസ്തിക എന്ന പേരിൽ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. ശാസ്തിക എന്ന പേരിൽ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. കേരളത്തിലെ ജില്ലകളിൽ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഇടുക്കി. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ല കൊല്ലം. കേരളത്തിലെ ജില്ലകളിൽ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ല കൊല്ലം. ലോകബാങ്കിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. ലോകബാങ്കിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹി. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് എന്ന് 2019 ഓഗസ്റ്റ് 5-ന്. ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. നാറ്റോയിൽ 31ാമത് അംഗമായ രാജ്യം ഫിൻലൻഡ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോയിൽ 31ാമത് അംഗമായ രാജ്യം ഫിൻലൻഡ്. 2022 മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം നേടിയത് അർബോണി ഗബ്രിയേൽ. 2022 മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം നേടിയത് അർബോണി ഗബ്രിയേല്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഈജിപ്ത് പ്രസിഡന്റായ അബ്ദുൾ ഫത്ത അൽ സിസി ആണ്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസി. നിലവിലെ ഇന്ത്യയുടെ CAG ഗിരീഷ് ചന്ദ്ര മുർമു. നിലവിലെ ഇന്ത്യയുടെ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. 2023 അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ജർമ്മനി. 2023 അണ്ടർ 17 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ജർമ്മനി. 2024 ജനുവരിയിൽ നടക്കുന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി കേരളം. 2024 ജനുവരിയിൽ നടക്കുന്ന രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിയുടെ വേദി കേരളമാണ്. 2023 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കലാരൂപം ഗർഭ നൃത്തമാണ്. 2023 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കലാരൂപം ഗർഭ നൃത്തം. 2023 UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി COP28 ദുബായ്. 2023 UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ദുബായ് ആണ്. 2023 ഡിസംബർ 28-ന് ഏത് നവോത്ഥാന നായകന്റെ 150ാം ജന്മവാർഷികമാണ് ആചരിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ. 2023 ഡിസംബർ 28-ന് ഏത് നവോത്ഥാന നായകന്റെ 150ാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്ത്? ഉത്സവം. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേര് ഉത്സവം. കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തപ്പെട്ട വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തപ്പെട്ട വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. 35ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി ഇടുക്കി. 35ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി ഇടുക്കിയാണ്. 2024 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം 2023 നേടിയത് ചെറുവയൽ രാമൻ. MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം 2023 നേടിയത് ചെറുവയൽ രാമൻ. താങ്ക് യു.